ഇപ്പോൾ MTയിലെ ധൈര്യശാലിയെ എങ്ങനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും ഈ സമയം? സൈഫു, എതിർ ശബ്ദം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടാമൂഴം ഭീമസേനെ മുൻനിർത്തി മഹാഭാരതത്തെ വായിക്കലാണല്ലോ. അപ്പോൾ അതിൽ അസ്വസ്ഥരായ ചില ആളുകളും ഉണ്ടായിരുന്നു. രണ്ടാമൂഴം ശ്രീകുമാർ മേനോൻ അത് സിനിമയായി ചെയ്യാൻ ആഗ്രഹിച്ച് MTയുമായി സംസാരിച്ച് ഒരു ഘട്ടം വരെ അത് പോയല്ലോ. ആ പോയ ഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഒരു നിർമ്മാതാവാണ് അത് സിനിമയാക്കാൻ മുന്നോട്ട് വന്നത്. അദ്ദേഹം അതിന് മഹാഭാരതം എന്ന് തന്നെ തലക്കെട്ടിടാൻ ആലോചിച്ചു, ടൈറ്റിൽ ചെയ്യാൻ ആലോചിച്ചു. ആ സമയത്ത് വന്ന എതിർപ്പ് സൈഫുവും ഓർക്കുന്നുണ്ടാവുമല്ലോ. അത് ഹിന്ദുത്വവാദികളിൽ നിന്നായിരുന്നു ആ എതിർപ്പ് എന്ന് നമുക്കറിയാം. അതായത് മഹാഭാരതത്തെ MTയുടെ മഹാഭാരതം അല്ലെങ്കിൽ MTയുടെ രണ്ടാമൂഴത്തെ മഹാഭാരതം എന്ന പേരിൽ വിളിക്കാൻ കഴിയില്ല. മഹാഭാരതം മറ്റൊന്നാണ്. അത് നമ്മളെല്ലാം കണ്ടും കേട്ടും വായിച്ചും ഒക്കെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഭൂരിപക്ഷ വായന, നമുക്ക് മഹാഭാരതത്തെക്കുറിച്ചുള്ള ഭൂരിപക്ഷ വായനയാണ് യഥാർത്ഥത്തിൽ മഹാഭാരതം എന്ന ഒരു ആശയത്തിലേക്ക് അവർ നിന്നു. അതേസമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ, യഥാർത്ഥം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഹാഭാരതത്തിന് എത്രയോ വായനകളുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പലതരത്തിലുള്ള ഓരോ കഥാപാത്രത്തെ വെച്ചുകൊണ്ടും നമുക്ക് മഹാഭാരതം വായിക്കാൻ കഴിയും. ആ നിലയിൽ സാധ്യതകളുള്ള മഹാഭാരതത്തെ മലയാളികളേറെയും വായിച്ചത് ഒരുപക്ഷെ ഭീമസേനൻ്റെ കാഴ്ചയിലൂടെയാണ്, ഭീമൻ്റെ കാഴ്ചയിലൂടെയാണ്. അതാണ് രണ്ടാമൂഴം എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ടാമൂഴം അങ്ങനെ എഴുതപ്പെട്ടപ്പോഴാണ് നമ്മൾ ആദ്യമായി മഹാഭാരതത്തെ മറ്റൊരു കണ്ണിലൂടെ വായിക്കുന്നത്. നമുക്ക് കാണുന്നത് ദ്രൗപദിയെ കാണുന്നു, ധർമ്മപുത്രരെ കാണുന്നു, അതുപോലെ തന്നെ അർജുനനെ കാണുന്നു. ഇവരെ എല്ലാവരെയും വേറൊരു കാഴ്ചയിലൂടെ കൗരവരെ കാണുന്നു, കർണനെ കാണുന്നു. അപ്പം എല്ലാവരെയും കുറിച്ചുള്ള ഒരു ബദൽ കാഴ്ച നമുക്ക് ലഭിക്കുന്നത് രണ്ടാമൂഴത്തിലൂടെയാണ് എന്ന് പറയാം. ഇത് തന്നെയാണ് മിക്കവാറും വടക്കൻ വീരഗാഥകൾ, ഈ കഥകൾ വടക്കൻ പാട്ടുകളിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അതാണ് ചന്തുവിനെ കുറിച്ചും ആരോമലിനെ കുറിച്ചും ഒക്കെ ഉള്ളത്. ഇനി അതല്ലാതെ സ്വന്തം നിലയ്ക്കുള്ള ഒരു എഴുത്തിലാണെങ്കിൽ കൂടി, ഇതിനെ ആശ്രയിക്കാത്ത വളരെ ഒറിജിനലായിട്ടുള്ള എഴുത്തുകളിലാണെങ്കിലും കൂടിയും സൈഫു അദ്ദേഹം ഈ ഒരു റിബൽ മനോഭാവം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഇപ്പം നമുക്കറിയാം നിർമാല്യം, നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നിർമാല്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം, രാഷ്ട്രപതിയുടെ അവാർഡ്, മലയാളത്തിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതിയുടെ അവാർഡ് നേടുന്ന സിനിമ എന്ന്, സമാന്തര സിനിമകളുടെ മലയാളത്തിലെ തുടക്കം എന്നൊക്കെ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ അതിൽ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന നിർമാല്യം എന്താണ്? നിർമാല്യം അതുവരെയും നമ്മൾ ദൈവങ്ങൾക്ക് കൽപ്പിച്ചിരുന്ന അപരിമേയത, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, അത് പ്രമേയവൽക്കരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ നിർമാല്യത്തിൽ അദ്ദേഹം ദൈവത്തെ വില്ലനാക്കുകയാണ്, ദൈവത്തെ അല്ലെങ്കിൽ ദേവിയെ വില്ലനാക്കുകയാണ്. അത് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രൂരത ചെയ്യുന്ന ഒരാളെന്ന നിലയിലല്ല. അത് ദേവിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ, ദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതാക്കുന്നതിലുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടും. അതാണ് നിർമാല്യത്തിൻ്റെ കാമ്പ് എന്ന് നമുക്ക് പറയാം. അതിനോട് പ്രതികരിക്കുകയാണ് വെളിച്ചപ്പാട് എന്ന് നമുക്കറിയാം. ദേവി വിഗ്രഹത്തിൽ തുപ്പുന്ന MTയുടെ കഥാപാത്രം നമുക്ക് മറ്റൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ദൈവങ്ങളെ മനുഷ്യരാക്കാൻ കഴിയുന്ന, എന്തുകൊണ്ട് തനിക്ക് തന്നെ ഈ നിലയിലാക്കി എന്ന ചോദ്യം വെളിച്ചപ്പാട് ഉയർത്തുമ്പോൾ അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ അതാണ് ആ കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലാൻ കഴിഞ്ഞത് MTക്ക് മാത്രമാണ്. അപ്പോൾ ദൈവങ്ങളെ മനുഷ്യരാക്കി, പുരാണ കഥകളിലെ ബിംബങ്ങളെ മനുഷ്യരാക്കി. ഇപ്പോൾ ചന്തു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തിരുന്ന ഒരു അപരിമയം, ഞാനതാ പറയുന്ന എന്താ പറയുക, വേറെ ഏതോ തലത്തിലുണ്ടായിരുന്ന ഒരു കഥാപാത്രത്തെ മനുഷ്യനാക്കി കൊണ്ടുവരികയാണ്, താഴേക്കിറക്കി കൊണ്ടുവരികയാണ്, നമ്മുടെ കൂട്ടത്തിലൊരാളായി. ആരോമലായിട്ട് സുരേഷ് ഗോപി വരുന്നു. ആരോമൽ ഉണ്ണി എന്ന് പറയുന്ന പഴയ പുരാണ കഥ നമുക്കറിയാം, അല്ലെങ്കിൽ പുരാണ സിനിമ നമുക്കറിയാം. ആരോമലുണ്ണി എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരോമലായിരുന്നു നായകൻ, ചന്തു അവിടെ വില്ലനാണ്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി, അത് തല തിരിച്ചിട്ടപ്പോൾ ചന്തു മമ്മൂട്ടിയും ആരോമൽ സുരേഷ് ഗോപിയായി മാറുന്നു. നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നായി മാറുകയാണ്. അപ്പോൾ റിബൽ കാഴ്ചകൾ, വിമത കാഴ്ചകൾ അദ്ദേഹത്തിന്
വളരെ വളരെ അദ്ദേഹത്തിൻ്റെ കഥകളിലും സിനിമകളിലും ഒക്കെ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ പരിണയം എന്ന് പറയുന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ പരിണയത്തിൽ എന്താണ് നമ്മളെപ്പോഴും ഭ്രഷ്ടിനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള എന്താ പറയുക വിചാരണയെ ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നത് ഒരു കാഴ്ചപ്പാട്, ഒരു സവർണരുടെ കാഴ്ചപ്പാടോട് മാത്രമാണ്. അതിൽ ഉൾപ്പെട്ട ആ സ്ത്രീയുടെ കാഴ്ചയിൽ അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് മറ്റൊന്നായി മാറുകയാണ്. അപ്പോൾ എവിടെയാണ് ആരുണ്ട് തെറ്റ് ചെയ്യാത്തവരായി എന്ന് അവർ ചോദിക്കുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആ വലിയ ഉന്നതരെന്ന് സ്വയം അഭിമാനിക്കുന്ന ബ്രാഹ്മണരെല്ലാവരും തലകുനിക്കുകയാണ് ചെയ്യുന്നത്. പ്രമോദ് തുടരുക, ഞാൻ വരാം. ഇപ്പോൾ